നമസ്കാരം, എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് എക്സൽ മലയാളം വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഒരു എക്സൽ ഷീറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ എക്സലിനകത്തെ ഹോം ടാബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക, വ്യത്യാസം, ഗുണനം, ഹരണം എന്നിവ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഈ സെല്ലിനകത്ത് 50 എന്ന വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിനകത്ത് 60 എന്ന വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ തുക കാണണമെങ്കിൽ കീബോർഡിനകത്ത് പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ സെൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിനകത്തുള്ള പ്ലസ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള സെക്കൻഡ് സെൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിനകത്ത് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അവയുടെ തുക നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഇവയുടെ വ്യത്യാസമാണ് കാണേണ്ടതെങ്കിൽ സമം ഫസ്റ്റ് സെൽ, അതിനുശേഷം കീബോർഡിനകത്തുള്ള മൈനസ്, അതിനുശേഷം സെക്കൻഡ് സെൽ, പിന്നെ എൻ്റർ. ഇപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ കാണാം. ഇനി ഇവ തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടതെങ്കിൽ സമം ഫസ്റ്റ് സെൽ ഗുണിക്കണം കീബോർഡിനകത്ത് സ്റ്റാർ സിമ്പിളാണ് മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം സെക്കൻഡ് സെൽ, അതിനുശേഷം എൻ്റർ. ഇപ്പോൾ തമ്മിലുള്ള ഗുണനഫലം നമുക്ക് ഇവിടെ കിട്ടും. ഈ ഡിവിഷനാണ് വേണ്ടതെങ്കിൽ സമം ഫസ്റ്റ് സെൽ, ദെൻ ഹരണത്തിനുള്ള സിമ്പിളാണ് അതിനുശേഷം സെക്കൻഡ് സെൽ, ദെൻ എൻ്റർ. അപ്പോൾ ഇവ തമ്മിലുള്ള ഹരണഫലം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഹോം ടാബിനകത്തേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ആ ടേബിൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഹോം ടാബിലെ എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഒരു സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ABC പബ്ലിക് സ്കൂൾ എന്നുള്ളതാണ് ആ സ്കൂളിൻ്റെ പേര്. സ്കൂളിലെ കുട്ടികളുടെ പേര് അനൂപ്, ശരത്, ബാബു, ചിത്ര, ദീപ. അനൂപിന് നമുക്ക് ഒരു ഇനീഷ്യൽ കൂടി കൊടുക്കാം. ഇത്രയും കുട്ടികളുടെ പേര് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സബ്ജക്റ്റ് 1, അതുപോലെ സബ്ജക്റ്റ് 2 എന്നിവയിൽ കിട്ടിയ മാർക്കുകൾ 90, 85, 94, 75, 60, 80. സബ്ജക്റ്റ് 2വിനകത്ത് കിട്ടിയ മാർക്കുകൾ 75, 81, 67, 60, 82, 91. നമുക്ക് ഇവരുടെ ടോട്ടൽ മാർക്സ്, ടോട്ടൽ ഏൺഡ് മാർക്സ്, നേരത്തെ പറഞ്ഞ പോലെ സമം സബ്ജക്റ്റിന്റെ മാർക്ക് പ്ലസ് ഈ സബ്ജക്റ്റിന്റെ മാർക്ക്. ഇനി നമുക്ക് എല്ലായിടത്തും വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരോ സിമ്പിൾ ഒരു ലൈറ്റ് ക്ലോസ് സിമ്പിൾ വരും. അപ്പോൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർമുല എല്ലാ സെല്ലിലും ഫിൽ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ആ കോർണറിൽ കൊണ്ടുപോയി മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട്, ലെഫ്റ്റ് സൈഡ് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോഴും സെയിം റിസൾട്ടാണ് കിട്ടുക.
ഇനി നമുക്ക് ഇവിടെ ഒരു ടോട്ടൽ മാർക്സ് എന്നുള്ളതൊരു കോളം ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി അവിടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ളത് കൊടുത്തു. സെയിം കോളം ഇൻസേർട്ട് ചെയ്ത രീതിയിലാണ് നമ്മൾ റോ ഇൻസേർട്ട് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട്. നമുക്കത് വേണ്ടെങ്കിൽ അവിടെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ടോട്ടൽ മാർക്സ് 2 സബ്ജക്റ്റിനും കൂടി നമ്മൾ 200 മാർക്ക് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ ഡബിൾ ക്ലിക്ക് ചെയ്ത് മൊത്തം ഫിൽ ചെയ്യാം. ഇനി പെർസെൻറ്റേജ് എന്നൊരു കോളം ആഡ് ചെയ്യാം. ടോട്ടൽ ഏൺഡ് മാർക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്സ്. ഇതാണ് അനൂപ് എന്ന കുട്ടിക്ക് കിട്ടിയിരുന്ന പെർസെൻറ്റേജ്. അതിനെ നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും മാർക്കിന്റെ പെർസെൻറ്റേജ് ഇവിടെ കിട്ടും. കോളത്തിൻ്റെയും റോയുടെയൊക്കെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ്. കുറച്ച് ആഡ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ വിസിബിൾ ആകില്ല ചിലപ്പോൾ. ഇനി നമുക്ക് ഹോം ടാബിലെ ഓരോ കീകളും നമുക്ക് പഠിക്കാം. നമുക്ക് ഫോണ്ടിൽ നിന്ന് തുടങ്ങാം. ഇവിടെ കാണുന്നത് ഈ ഒരു സെല്ലിലുള്ള വാല്യൂവിൻ്റെ ഫോണ്ടാണ്. ഇവിടെ മൊത്തം ഇപ്പോൾ കാലിബ്രി എന്നുള്ള ഫോണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഹെഡിങ്ങിന് സ്പെഷ്യൽ ഫോണ്ട് ഉപയോഗിക്കണമെങ്കിൽ ആ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് അവിടെ പോയി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ സെയിം ഫോണ്ട് കാലിബ്രി ആണുള്ളത്. ഇനി അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ, ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ, മൊത്തം ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സൈസ് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ ഇത് വെച്ച് കുറയ്ക്കാം. ഇനി എല്ലാം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാൻ സ്കൂളിൻ്റെ നെയിമിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫോണ്ട് ബോൾഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ബോൾഡ് ആയിട്ട് വരും. നമുക്ക് ഇവിടെ ഈ ഹെഡിങ്ങും ബോൾഡ് ആക്കാം. ഇനി ഇത് ഇറ്റലൈസ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ അത് ഇറ്റലൈസ് ചെയ്യും. വേണ്ടെങ്കിൽ വീണ്ടും അത് ക്ലിക്ക് ചെയ്താൽ അത് നോർമലിലേക്ക് മാറും. ഈ സ്കൂളിൻ്റെ പേര് നമുക്കൊരു അണ്ടർലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ വരും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതില്ലാതാകും. ഡബിൾ അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഡബിൾ അണ്ടർലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡബിൾ അണ്ടർലൈൻ ചെയ്യപ്പെടും. ഇനി നമുക്ക് ഇത് നമുക്കൊരു ടേബിൾ ആക്കണമെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് കാണാം ബോട്ടം ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ മാത്രം ബോർഡർ ഡിസ്പ്ലേ ആകും. അതുപോലെ തന്നെ ടോപ്പ് കൊടുത്താൽ ടോപ്പ് സൈഡ് മാത്രം ബോർഡർ ഫിൽ ആകും. സെയിം തന്നെയാണ് ലെഫ്റ്റും റൈറ്റും. ബോർഡർ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നോ ബോർഡർ കൊടുത്താൽ കൊടുത്തിരിക്കുന്ന ബോർഡർ കൂടി മാഞ്ഞു പോകും. ഓൾ ബോർഡർ എന്നുള്ളത് ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാത്തിനും ബോർഡർ ഡിസ്പ്ലേ ആകും. തിക്ക് ഔട്ട് ബോർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ബോർഡർ തിക്കായിട്ട് വരും. ബോട്ടം ഡബിൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഡബിൾ ലൈൻ ബോർഡർ വരും. പിന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ബോർഡർ വരയ്ക്കണം, നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കത് നോക്കാം. പോയിട്ട് ഡ്രോ ബോർഡർ സെലക്ട് ചെയ്യുക.
അതിനുശേഷം എവിടെയാണ് വേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പേന ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെ ബോർഡർ 1 by 1 ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ബോർഡർ വരയ്ക്കാം. ബോർഡർ മായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇറേസറിൽ പോയിട്ട് അത്രയും ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തുള്ള ബോർഡറുകൾ മൊത്തം ഇറേസ് ചെയ്യപ്പെടും. ബോർഡറിന്റെ ലൈൻ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ബോർഡർ ലൈൻ കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ കളറിലുള്ള ബോർഡർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ബോർഡറിന്റെ ലൈൻ സ്റ്റൈൽ മാറണമെങ്കിൽ നമുക്ക് ഡോട്ടഡ് ലൈൻസ് വല്ലതും വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ബോർഡറുകൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇതേപോലെ ഡിസ്പ്ലേ ആകും. ഞാൻ ബോർഡർ മൊത്തം കളയുകയാണ്. നോ ബോർഡർ. ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് മോർ ബോർഡേഴ്സ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാം. ബോർഡർ അതിൻ്റെ കളർ മാറണമെങ്കിൽ ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. സ്റ്റൈൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. തിക്ക് വേണം, ഡോട്ടഡ് വേണോ, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എവിടേക്കാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ പ്രിവ്യൂ കിട്ടും. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഈ ടേബിൾ ഫിൽ ചെയ്യാൻ പോകുന്നത്. അത് വേണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആകും, അത് ഡിലീറ്റ് ചെയ്യപ്പെടും. ഇനി ഫുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് ബോർഡേഴ്സ് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്യാൻ ഔട്ട്ലൈൻ ബോർഡർ കിട്ടും. അത് ഇവിടെ ഡിസ്പ്ലേ വരും. ഫുൾ ബോർഡർ ആണെങ്കിൽ ഔട്ട്ലൈനും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ബോർഡർ ചെയ്തിട്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പോയി നോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മൊത്തം പോകും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ അത് ഡിസ്പ്ലേ വരുന്നത് കാണാം. ഇത്രയാണ് ബോർഡേഴ്സ്. ഫിൽ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ ഹെഡിങ് നമുക്ക് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അവിടെ കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഡീഫാൾട്ട് ആയിട്ടുള്ളത്. ഇനി ഫിൽ കൊടുത്ത ശേഷം ഫിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നോ ഫിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിൽ ചെയ്ത കളർ മൊത്തം മാഞ്ഞു പോകുന്നതാണ്. ഇതിലുള്ള കളറിന് പുറമെ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ കളേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റംസിൽ പോയിട്ട് ഇവിടുന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. പിന്നീടുള്ള ഓപ്ഷൻ ഫോണ്ട് ആണ്. നമുക്ക് ഈ ABC പബ്ലിക് സ്കൂൾ എന്നുള്ളതിൻ്റെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്കൂളിൻ്റെ ബ്ലൂ കളർ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണ്ട് എന്നുള്ള ഈ ഒരു പോർഷനകത്ത് ഉള്ളത്. അടുത്തത് അലൈൻമെന്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഒരു സെല്ലിനകത്തുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് ആ ഒരു സെല്ലിനകത്ത് എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുറച്ച് വലുതാക്കാം. ഇത്രയും ഡാറ്റാസ് ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ ആണ് കിടക്കുന്നത്. ഇവയെ നമുക്ക് സെൻട്രലോട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് സെൻട്രൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകും. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടും ഇത് ടോപ്പിലോട്ടും അലൈൻ ചെയ്യുന്നതിനാണ്. ടോപ്പ്, മിഡിൽ ആൻഡ് ബോട്ടം. ഇതാണ് നമുക്കിപ്പോൾ മിഡിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണുള്ളത് എല്ലാം. അതിനെ മിഡിലോട്ട് മാറണമെങ്കിൽ ഇത് ലെഫ്റ്റ്, ഇത് മിഡിൽ, ഇത് റൈറ്റ്.
നമുക്ക് അതിനെയും മിഡിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഡാറ്റയും മിഡിൽ ആൻഡ് സെൻറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡാറ്റയെ അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് ഹൊറിസോണ്ടൽ ആണ്, അതിനെ ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റൈലിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആംഗിൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ വെർട്ടിക്കലായിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് പർട്ടിക്കുലർ ആംഗിളിൽ അത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ആംഗിൾ ഇവിടെ നിന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ അത് ഡിസ്പ്ലേ ആകുന്നതാണ്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് 0 ആംഗിൾ, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് മൈനസ് അടിച്ചോ, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് 0 എന്ന് ക്ലിക്ക് ചെയ്തോ നമുക്ക് അതിനെ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നീടുള്ള ഓപ്ഷൻ ഇൻറ്റന്റ് എന്നുള്ളതാണ്. അത് ഈ സെല്ലിനകത്തുള്ളൊരു വാല്യൂവിനെ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. റാപ്പ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഏൺഡ് മാർക്സ് എന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആകുന്നത് ഏൺഡ് മാർക്സ് എന്ന് മാത്രമാണ്. ഏൺഡ് എന്ന് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അതിന് മൊത്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അതിന് പകരം നമുക്ക് റാപ്പ് ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിനകത്ത് തന്നെ മൊത്തം വരും. വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടുമായിരുന്നു. സെയിം നമുക്ക് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ചെയ്യാം. ഇപ്പോഴെല്ലാം നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മർജൻ സെൻറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഉള്ളത് ഈ ഒരു സെല്ലിനകത്താണ് ABC പബ്ലിക് സ്കൂൾ എന്നുള്ളത്. നമ്മൾ റിപ്പോർട്ടാണെങ്കിൽ ഇവിടെ ഒരു എൻഡിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള സെൻറ്ററിൽ മുകളിൽ വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് അവിടെ ആ സെൽ മുതൽ ഇതുവരെയുള്ളത് മൊത്തം സെലക്ട് ചെയ്ത ശേഷം മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ അത് അത്രയും സെല്ലുകൾ മെർജ് ചെയ്ത് ഒരു സിംഗിളായി വരികയും അതിൻ്റെ സെൻറ്ററിൽ ആ വാല്യൂ അലൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് ഒന്നിലധികം സെല്ലുകളെ മെർജ് ചെയ്ത് സിംഗിൾ ആക്കുന്നതിന് വേണ്ടിയാണ് മെർജ് ആൻഡ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഒരു തവണ മെർജ് ചെയ്ത് നമുക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് മെർജ് ആൻഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ സെല്ലുകളായിട്ട് മാറ്റപ്പെടും. ഇത്രയുമാണ് നമ്മുടെ അലൈൻമെൻറ്റിനകത്തുള്ളത്. ഇനി നമുക്ക് നമ്പർ എന്നുള്ള ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ആ സെല്ലിലുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിനകത്തുള്ള ഡാറ്റകളുടെ ഫോർമാറ്റാണ് ഇവിടെ കാണുക, ജനറൽ എന്നുള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് ഇവയൊക്കെ നമുക്ക് നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നമ്പർ ഫോർമാറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെസിമൽസ് കാണാം, നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ കറൻസി ആണെങ്കിൽ ഇവിടെ കറൻസി ഏത് ഫോർമാറ്റാണ് വേണ്ടത് അതിലേക്ക് മാറ്റാം. ഡേറ്റ് ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെ, പെർസെൻറ്റേജ് വേണമെങ്കിൽ പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ വേണമെങ്കിൽ അങ്ങനെ, മറ്റ് സയൻറ്റിഫിക് വേണമെങ്കിൽ അത് എന്താ വേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡെസിമൽസ്, നമുക്ക് ഡെസിമൽസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽസ് കുറയ്ക്കുവാനും ഡെസിമൽസ് ആഡ് ചെയ്യാനും പറ്റും. നമുക്ക് പെർസെൻറ്റേജ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് പെർസെൻറ്റേജിലേക്ക് മാറ്റാം. അതിന് നമുക്ക് 2 ഡെസിമൽ കൂടി കൊടുക്കാം. ഇവിടുന്ന് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടുന്ന് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. അത്രയുമാണ് ഈ നമ്പർ എന്നുള്ള ഇതിനകത്തുള്ളത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
അക്കൗണ്ടിങ് സ്റ്റൈൽ നമുക്ക് കോമ ഇട്ടിട്ടുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിനെ കോമ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിട്ട് ഡിസ്പ്ലേ. അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് കറൻസി, പലതരം കറൻസികൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ US ഡോളറോ ഫ്രഞ്ചോ ചൈനീസോ ഏത് വേണമെങ്കിലും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലിലേക്ക് അത് മാറ്റപ്പെടും. അടുത്തുള്ളത് നമുക്ക് ഇവിടത്തേക്ക് പോവാം, ക്ലിപ്പ് ബോർഡിനകത്തേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാം കട്ട്, കോപ്പി ആൻഡ് ഫോർമാറ്റ്. കട്ടും കോപ്പിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പി ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഡാറ്റ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ആകും. സെയിം നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള വാല്യൂ മൊത്തമായി ഇവിടുന്ന് മൂവ് ചെയ്യപ്പെടും. ഇതാണ് കട്ട് കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാലും കോപ്പി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ പേസ്റ്റ് എന്നുള്ള ഇത് ആക്റ്റീവ് ആവും. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരം ഓപ്ഷൻസ് കാണാം. അത് ഏതൊക്കെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇത് അതിൻ്റെ മൊത്തമായിട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ ഫോർമുല, ഇപ്പോൾ നമുക്ക് ഈ സെല്ലിനകത്ത് ഫോർമുല ഇല്ല, ഇവിടെ ഫോർമുലയുണ്ട്. അത് മാത്രം കോപ്പി ചെയ്ത് ഇവിടത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർമുല മാത്രം വന്നിട്ടുണ്ടാകും. അതുപോലെ പലതരം പേസ്റ്റിംഗ് ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അത് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാൻ എടുത്ത് കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കിട്ടും. അല്ലെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളതിനകത്ത് പോയി കഴിഞ്ഞാലും പേസ്റ്റ് സ്പെഷ്യൽ കാണാം. അവിടെ പോയിട്ടും നമുക്ക് പേസ്റ്റ് ഓൾ, പേസ്റ്റ് ഫോർമുല മാത്രം വേണമെങ്കിൽ ഫോർമുല മാത്രം, വാല്യൂസ് മാത്രം വേണമെങ്കിൽ വാല്യൂസ് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് വേണോ, അതിൽ കമൻറ്റ്സ് മാത്രം വേണോ, വാലിഡേഷൻ വേണോ, എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വാല്യൂസിനെ, ഇത്രയും വാല്യൂകൾ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തതിന് ശേഷം എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യൽ പോയിട്ട് ട്രാൻസ്പോസ് എന്നുള്ള സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വാല്യൂവിന് ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് പേസ്റ്റ് ചെയ്ത്, അതിനാണ് നമ്മൾ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതേ കാര്യം നമുക്ക് ഒന്നിലധികം സെല്ലുകൾ, റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്തുകൊണ്ടും ചെയ്യാം. കോപ്പി, പേസ്റ്റ് സ്പെഷ്യൽ, ട്രാൻസ്പോസ്. പർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂസിനൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ട്രാൻസ്പോസ് ഫംഗ്ഷൻ. അത്രയുമാണ് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഒരു പോർഷനകത്തുള്ളത്. അടുത്തത് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്, സെൽസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. ഈ സ്റ്റൈൽസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് സെൽസിനകത്ത് പോകാം. ഇൻസേർട്ട് എന്നുള്ളത് ഇൻസേർട്ട് സെൽസ്. നമുക്ക് ഇവിടെ ഒരു സെൽ ഇൻസേർട്ട് ചെയ്യാൻ, കോളമോ റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഇൻസേർട്ട് റോസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റോ ഇൻസേർട്ട് ആകും. ഇൻസേർട്ട് കോളം ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യപ്പെടും. അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇൻസേർട്ട് കോളം ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നിടത്ത് അങ്ങനെയും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് വിശദമായിട്ട്.
ഇനി പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പുതിയ ഷീറ്റ് ഇൻസേർട്ട് ആവും. ഇല്ലെങ്കിൽ ഇവിടെ പോയി ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെടും. ഡിലീറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിലീറ്റ് സെൽസ്. നമ്മൾ പറയുന്ന സെൽസ് ഏതെങ്കിലും ഒരു കോളം 1 2 അല്ലെങ്കിൽ ഒന്നിലധികം കോളങ്ങളോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ഡിലീറ്റ് അത്രയും ഡിലീറ്റ് ആകും. റോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് റോസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും റോസ് ഡിലീറ്റ് ചെയ്യപ്പെടും. ഫോർമാറ്റിനകത്ത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് റോയുടെ ഹൈറ്റ്, അതുപോലെ കോളം വിഡ്ത്ത് അവ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നീട് ഹൈഡ് ആൻഡ് അൺഹൈഡ്, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹൈഡ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് പോയി ഹൈഡ് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആവും. അതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ ഹൈഡ് അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അവിടുന്ന് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. ഹൈഡ് ആൻഡ് അൺഹൈഡ് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് ലോക്ക്, ഇത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. പിന്നെ ഇവിടെ കിട്ടുന്ന ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷൻ, ഇതേ ഓപ്ഷൻ നമുക്ക് ഒന്നിലധികമോ സെൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്കിൽ അവിടെ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇതിനകത്തുള്ളത് അവിടെയുള്ള വാല്യൂസിന്റെ നമ്പർ, അതായത് ഫോർമാറ്റ് ജനറൽ വേണോ, നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത സെയിം സംഗതികളാണ് ഉള്ളത്. അലൈൻമെന്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതേ കാര്യമാണ് ഇതിനകത്തുള്ളത്. ഫോണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ സെയിം ഓപ്ഷനാണ്. ബോർഡർ ഈ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഫിൽ ഈ ഒരു ഓപ്ഷനാണ്. പ്രൊട്ടക്ഷൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. അത്രയുമാണ് ഈ സെൽസ് എന്നുള്ളതിനകത്തുള്ളത്. ഓട്ടോസം എന്നുള്ളത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതിന് പകരം ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇവിടെ പോയിട്ട് സം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് തൊട്ടടുത്തുള്ള സെൽ സെലക്ട് ആവും. പക്ഷേ ഇവിടെ നമുക്ക് ടോട്ടൽ മാർക്സ് പ്ലസ് സബ്ജക്ട് 1 പ്ലസ് സബ്ജക്ട് 2 ആണ് കിട്ടുക. നമുക്ക് ടോട്ടൽ മാർക്സ് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഇ ആൻഡ് എഫ് വേണ്ടു. അതുകൊണ്ട് ഇവിടെ ഡി മാറ്റിയിട്ട് ഇ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇ മുതൽ എഫ് വരെയുള്ള അതിന്റെ സം ഇങ്ങനെയും കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഈ രണ്ട് സംഖ്യയുടെ ആവറേജ് നമുക്ക് കാണേണ്ടതെങ്കിൽ അവിടെ ആവറേജ് അടിച്ചു കഴിഞ്ഞാൽ E6 to F6 ഈ സെല്ലുകളുടെ ആവറേജ് നമുക്ക് അവിടെ കിട്ടും. ഇനി അതിലുള്ള മാക്സിമം ആണ് കാണേണ്ടതെങ്കിൽ തൊണ്ണൂറിനും 75നും ഉള്ള മാക്സിമം വാല്യൂ 90 ആണ്. അത് അവിടെ ഡിസ്പ്ലേ കിട്ടും. അതുപോലെ മിനിമം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 90ലെയും 75ലെയും മിനിമം വാല്യൂ, ചെറിയ വാല്യൂ 75, അത് അവിടെ കിട്ടും. അത് കൗണ്ടാണ് വേണ്ടതെങ്കിൽ കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാരണം കൗണ്ട് 1 കൗണ്ട് 2 കൗണ്ട് ചെയ്തിട്ടുള്ള നമ്പർ അവിടെ കിട്ടും. നമുക്ക് അവിടെ സം തന്നെ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു താഴോട്ട് ഫിൽ ചെയ്തതിനു വേണ്ടി ഒന്നുകിൽ ഈ പോയിന്റ് കൊണ്ടുവച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പോയിന്റ് കൊണ്ടുവച്ച് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് എവിടെ വരെയാണ് ഫിൽ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഫിൽ ബട്ടൺ ഫിൽ ഡൗൺ എന്നടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തേക്ക് ആ ഫോർമുല ഫിൽ ചെയ്യപ്പെടും. ഇങ്ങനെ ഫോർമുല മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു 100 എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ഇത് താഴെ ഒരു ഫിൽ ചെയ്യണമെങ്കിൽ അതുവരെ സെലക്ട് ചെയ്തതിനു ശേഷം ഫിൽ ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് ആ വാല്യൂ
ഫിൽ ചെയ്ത് വരും. അതുപോലെ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഏത് ഭാഗത്തേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ഫിൽ ചെയ്യും. ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ ഫിൽ ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റിലേക്കും, ഫിൽ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കും ഫിൽ ചെയ്യും. ഇനി ക്ലിയർ എന്നുള്ളത് അതിനകത്തുള്ള സെല്ലിനകത്തുള്ള വാല്യൂ ഇറേസ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ്. ഫുൾ സെലക്ട് ചെയ്ത് ക്ലിയർ ഓൾ കൊടുത്താൽ ആ സെലക്ട് ചെയ്ത ഭാഗത്തുള്ള ഫുൾ വാല്യൂസും ഡിലീറ്റ് ആയി പോകും. ക്ലിയർ ഫോമാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള ഫോമാറ്റ്സ് കളയണമെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് ക്ലിയർ ഫോമാറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫിൽ ചെയ്ത കളറും ബോർഡറും അത് നമ്മൾ പെർസെൻറ്റേജ് ഫോമാറ്റ് കൊടുത്തതും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ബ്ലാങ്ക് എക്സൽ ഷീറ്റിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് എങ്ങനെ ഉണ്ടാകും ആ രീതിയിലേക്ക് അത് മാറ്റപ്പെടും. അതാണ് ക്ലിയർ ഫോമാറ്റ്സ്. ക്ലിയർ കണ്ടൻസ് ആണെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസ് മാത്രം പോകും, പക്ഷെ ഫോർമാറ്റ് അവിടെ തന്നെ നിൽക്കും. ക്ലിയർ ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ ഹൈപ്പർ ലിങ്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ www.google.com എന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽ വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ സെല്ലിനകത്ത് ഇപ്പോൾ ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ ഓപ്പൺ ആവും. ഇങ്ങനെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ സെല്ലിനകത്ത് ഒന്ന് ടച്ച് ചെയ്യാൻ പോകാൻ പറ്റില്ല. അറിയാതെ പോലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസർ ഓപ്പൺ ആവും. അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് മുകളിലത്തെ ഏതെങ്കിലും സെൽ കൊണ്ടുവച്ച ശേഷം ഡൗൺ ആരോ പ്രസ് ചെയ്ത് ആ സെൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ പ്ലസ് ചിഹ്നം കഴ്സർ പ്ലസ് ആയ ശേഷം മാത്രം അത് റിലീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെൽ സെലക്ട് ആവും. എന്നിട്ട് ക്ലിയർ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് പോയി കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ ആ സെൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഹൈപ്പർ ലിങ്ക് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫിൽറ്റർ എന്താണെന്നാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് നിന്നും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പോയിട്ട് സോർട്ട് എ ടു സെഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വാല്യൂ മൊത്തം ആൽഫബറ്റിക് ഓർഡർ അറേഞ്ച് ചെയ്യപ്പെടും. സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യപ്പെടും. അതാണ് സോർട്ട് ഓപ്ഷൻ. അത് ഏതൊക്കെ വേണമെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ആഡ് ലെവൽസ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ സോർട്ട് ബൈ നെയിം. ആദ്യം നമുക്ക് നെയിമാണ് സോർട്ട് ചെയ്യേണ്ടെങ്കിൽ നെയിംസ് എ ടു സെഡ് വേണം. പിന്നെ നമുക്ക് പെർസെൻറ്റേജ് വേണമെങ്കിൽ പെർസെൻറ്റേജ് സ്മോളസ്റ്റ് ലാർജസ്റ്റ് നമുക്ക് കൂടുതൽ ലാർജ് സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ അത് സോർട്ട് ചെയ്യപ്പെടും. ഇനി ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഫിൽറ്റർ കൊടുത്താൽ ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആരോ കിട്ടും. ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ഡിസ്പ്ലേ ആകും. ഒരാളുടെ മാത്രമാണെങ്കിൽ അത് മാത്രം ഡിസ്പ്ലേ ആകും. ഇവിടെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 കണക്കിന് പേരുള്ള ഡാറ്റകളുണ്ടെങ്കിൽ
നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തും നമുക്ക് ഇതുപോലെ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ കോൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈക്വൽസ് ഇവിടെ പോയിട്ട് ഏത് വാല്യൂ ആണോ വേണ്ടത് ആ വാല്യൂ സെലക്ട് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അല്ലെങ്കിൽ ബിഗിൻസ് വിത്ത് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേര് ബിഗിൻസ് വിത്ത് ANO ആണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഇതിലുള്ള രണ്ട് അനൂപുണ്ട്, അതുകൊണ്ട് അത് രണ്ടും അവിടെ ഫിൽട്ടർ ചെയ്ത് കിട്ടി. hence with ഏതെങ്കിലും പർട്ടിക്കുലർ ഡാറ്റ hence with k കൊടുത്തു കഴിഞ്ഞാൽ അനൂപ് k എന്നുള്ളതിൽ മാത്രമേ ഇവിടെ കെയിൽ എൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അനൂപ് k എന്നത് വാല്യൂ കിട്ടിയത്. അതുപോലെ പലതരം ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് ആണിത്. കസ്റ്റമൈസ് ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം ക്രൈറ്റീരിയകൾ ഇവിടെ കൊടുക്കാം. അതായത് പേര് എയിൽ തുടങ്ങുന്നതും, അതായത് നെയിം ബിഗിൻസ് വിത്ത് എ ആൻഡ് ഡസ് നോട്ട് എൻഡ് വിത്ത് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിൽ തുടങ്ങുന്നതും പിയിൽ അവസാനിക്കാത്തതുമായ പേരുകൾ അതിനകത്ത് ഏതൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആകും. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തുള്ളത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫൈൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പേര് അല്ലെങ്കിൽ ഒരു ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അനൂപ് എന്ന ഫസ്റ്റ് ഇവിടെ അനൂപ് സെലക്ട് ആയി, വീണ്ടും ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് അനൂപിലേക്ക് പോയി. ഫൈൻഡ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി കിട്ടും. ബുക്ക് 1 ഷീറ്റ് 1 C6 ആൻഡ് C7. അതായത് നമ്മുടെ ബുക്ക് 1 ഷീറ്റ് 1 C6 ആൻഡ് C7 C6 ആൻഡ് C7 എവിടെയാണുള്ളത് എന്നുള്ളത് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കിട്ടും. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് വിത്തിൻ ഷീറ്റ്സ്. ഇപ്പോൾ ഈ ഒരു ഷീറ്റിനകത്തുള്ളത് മാത്രമേ സെർച്ച് ചെയ്യത്തുള്ളൂ. നമുക്ക് ഒന്നിലധികം ഷീറ്റുകൾ ഉണ്ടെങ്കിൽ വർക്ക് ബുക്ക്, ഇപ്പോൾ ഈ ഒരു വർക്ക് ബുക്കിനകത്തുള്ള എല്ലാ ഷീറ്റിലെയും ഈ അനൂപ് എന്നുള്ള പേര് ഇവിടെ ഫൈൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ കിട്ടും. റീപ്ലേസ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്കത് മൊത്തമായിട്ട് ഒറ്റയടിക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കിവിടെ രണ്ട് അനൂപുണ്ട്. ഈ അനൂപ് എന്നുള്ള പേര് മാറ്റിയിട്ട് വർക്ക്ഷീറ്റ് എടുക്കാം. അനൂപ് എന്നുള്ള പേര് മാറ്റിയിട്ട് എനിക്കിപ്പോൾ രാജേഷ് എന്നുള്ള പേര് കൊടുക്കണമെങ്കിൽ രാജേഷ് കൊടുത്ത് റീപ്ലേസ് കൊടുത്താൽ 1 by 1 ആയിട്ട് മാറും. റീപ്ലേസ് ഓൾ കൊടുത്താൽ എല്ലാ പേരും ഒറ്റയടിക്ക് മാറും. ഇവിടെ കാണിക്കും ഓൾ ഡൺ വി മേഡ് 2 റീപ്ലേസ്മെന്റ്. അതായത് ഇവിടെ 2 അനൂപ് ഉണ്ടായിരുന്നു, ആ 2 അനൂപ് മാറിയപ്പോൾ രാജേഷ് എന്നുള്ള 2 പേരായി മാറി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ. അത് ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഒഴിവായിട്ടുള്ളത് സ്റ്റൈൽസ് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഫോർമാറ്റ് ഹാസ് ടേബിൾസ് എന്നുള്ളത് നോക്കാം. നമുക്ക് ടേബിൾസിലേക്ക് മാറേണ്ട ഡാറ്റ സെലക്ട് ചെയ്തതിനു ശേഷം ടേബിൾസ് പോയി കഴിഞ്ഞാൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരുപാട് ടേബിൾസ് ഫോർമാറ്റ്സ് ഉണ്ട്. ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലിലേക്ക് നമ്മുടെ ടേബിൾ മാറും. വേറെ വേണമെങ്കിൽ ഏത് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതാണ്
ഫോർമാറ്റ് ആസ് ടേബിൾസ്. അതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തപോലെ ഇവിടെ പോയിട്ട് മോഡിഫൈ ചെയ്യാവുന്നതാണ് ടേബിളിനെ. ഇനി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബുക്ക് 1 എന്ന് മാത്രമേ കാണുന്നുള്ളൂ, അതായത് ഈ ഒരു വർക്ക് ബുക്കിൻ്റെ പേര്. പക്ഷേ നമ്മൾ ടേബിൾ അത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ടൂൾസ് എന്നുള്ളത് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് കാണാം. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ ഡിസൈനും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ടേബിൾ റീസൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടിയിട്ട് അത്രയും ഭാഗം ടേബിളാക്കി മാറ്റാൻ പറ്റും. സമ്മറൈസ് ചെയ്യണമെങ്കിൽ സമ്മറൈസ് പിവറ്റ് ടേബിൾ കൊടുത്ത് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളൊക്കെ പിവറ്റ് ടേബിൾ പഠിക്കാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, ടേബിളിനകത്ത് ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടേബിളിനെ വീണ്ടും നമുക്ക് പഴയ നോർമൽ ടേബിളിലേക്ക് മാറണമെങ്കിൽ, നോർമൽ ബോർഡർ വരച്ചിട്ടുള്ള ആ രീതിയിലേക്ക് മാറണമെങ്കിൽ ടേബിൾ ടൂൾസിനകത്ത് പോയിട്ട് കൺവേർട്ട് ടു റേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ റേഞ്ചിലേക്ക് മാറും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ വരത്തില്ല. അതാണ് ഫോർമാറ്റ് ആസ് ടേബിൾസിനകത്തുള്ളത്. സെൽ സ്റ്റൈൽ എന്നുള്ളത് കാര്യമായിട്ട് വലിയ ഇതൊന്നുമില്ലാത്തതാണ്, അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാര്യമാണത്. കാരണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതൊക്കെ സെലക്ട് ചെയ്യാം. പക്ഷേ ഈ കാര്യങ്ങൾ തന്നെ നമുക്ക് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഈ ഫോണ്ട് അലൈൻമെൻറ്റ്, ഫോർമാറ്റ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മളിവിടെ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു കാര്യം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർദ്ദേശിക്കുന്ന കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഓരോ സെല്ലിനകത്തുമുള്ള വാല്യൂസിനെ എങ്ങനെ കണ്ടീഷൻ ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ കണ്ടീഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈലൈറ്റ് സെൽസ് റൂൾസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ബിറ്റ്വീൻ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് സെലക്ട് ചെയ്തു. കണ്ടീഷൻ ഫോർമാറ്റിംഗ് പോയിട്ട് ഹൈലൈറ്റ് റൂൾസ് ഗ്രേറ്റർ ദാൻ. ഇപ്പോൾ എനിക്കിവിടെ ഇതിനകത്ത് 90 മുകളിലുള്ള മാർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 90 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 90 മുകളിലുള്ള വാല്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇനി എനിക്ക് 70 മുകളിൽ വേണമെങ്കിൽ 70 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 70 മുകളിലുള്ള വാല്യൂ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇനി ഹൈലൈറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്യും. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ. അഥവാ നിങ്ങൾക്ക് സ്വന്തം ഫോർമാറ്റ് വേണമെങ്കിൽ കസ്റ്റം ഫോർമാറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് ഇഷ്ടമുള്ള ഫിൽ, ബോർഡർ, സ്റ്റൈൽ എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിലുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. നമ്മളിവിടെ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ലെസ് ദാൻ ആണെങ്കിൽ സെയിം ചെയ്താണ്. ഗ്രേറ്റർ ദാൻ 70, 75 എന്നൊക്കെ കൊടുത്തതിന് പകരം ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂസിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്ത വാല്യൂവിന് താഴെയുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ബിറ്റ്വീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 50-നും 70-നും ഇടയിലുള്ളത് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ 50, 70 എന്ന് പറഞ്ഞാൽ 50-നും 70-നും ഇടയിലുള്ള വാല്യൂസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഈക്വൽ ടു ഏത് വാല്യൂ ആണോ എൻ്റർ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ളത് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ
പിന്നെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്നുള്ളത്, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഇതിൽ നമുക്കിപ്പോൾ എ എന്നുള്ള ലെറ്റേഴ്സ് ഉള്ളത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എ ടൈപ്പ് ചെയ്താൽ എ എന്നുള്ളത് മൊത്തമായി ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇനിയിപ്പോൾ എ ബി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എവിടേക്കാണോ എ ബി എന്ന് വരുന്നത് അത്രയും ഭാഗങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇ എന്ന് ടൈപ്പ് ചെയ്യാൻ ദീപ എന്നുള്ളത് മാത്രമേ ഡബിൾ ഇ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തതിന് വേണ്ടിയാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ 2 രാജേഷ് ഉണ്ടെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല, കാരണം ഇവിടെ ഇനീഷ്യൽ മാറ്റമായതുകൊണ്ടാണ്. നമുക്ക് കാലം ഇനീഷ്യൽ 2 നിന്ന് കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് വന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് അത് രണ്ടും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. രണ്ടും സെയിം ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും. എവിടെയെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഈവൻ സ്പേസ് ആണെങ്കിൽ പോലും മാച്ച് ആകത്തില്ല. ഇപ്പോൾ ഇതിൽ രാജേഷ് മാത്രമേ ഉള്ളൂ, ഇവിടെ രാജേഷ് സ്പേസ് കൂടിയുണ്ട്, അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തത്. അതാണ് ഹൈലൈറ്റ് സെൽസ്. ദെൻ ടോപ്പ് ബോട്ടം റൂൾസ്, അതായത് ഇതിനകത്തുള്ള ടോപ്പ് 10% അല്ലെങ്കിൽ ടോപ്പ് 10 നമ്പേഴ്സോ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടോപ്പ് 10 ബോട്ടം 10 ടോപ്പ് 10%, ബോട്ടം 10%, അബവ് ആവറേജ്, ഇതൊക്കെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഡാറ്റാ ബാർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഗ്രേഡിയന്റ് ഫില്ലാണ്, ഇത് സോളിഡ് ഫില്ലാണ്. ഗ്രേഡിയന്റ് ഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിനകത്ത് ആ സെല്ലിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഗ്രേഡിയന്റ് ഫിൽ ഉണ്ടാവും. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഡാർക്കും പിന്നീട് ലൈറ്റ് ആയിട്ടും വരുന്ന രീതിയിൽ കളർ ഫിൽ ചെയ്യപ്പെടും. പെർസെൻറ്റേജിനകത്ത് പോയി കുറച്ചുകൂടി വ്യക്തമാവും അത്. ഡാറ്റാ ബാർസ് അതിനുവേണ്ടിയാണ് ഗ്രേഡിയന്റ് ഫിൽ. നമ്മൾ സോളിഡ് ഫില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോളിഡ് ആയിട്ട് ആ സെല്ലിനകത്തുള്ള വാല്യൂ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 85, 83 ഒക്കെ മാക്സിമം ഫില്ലായിട്ടുണ്ടാവും. 16 എന്നുള്ളത് അതിൻ്റെ 67% മാത്രമേ ഫില്ലായിട്ടുണ്ടാവുള്ളൂ. സെല്ലിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കളറൊക്കെ ഫിൽ ചെയ്യപ്പെടുന്നത്. ഡാറ്റാ കളർ സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം സെൽസ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിലെ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാ കളേഴ്സ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് മുകളിൽ ഗ്രീൻ ആണ്, മിഡിൽ വാല്യൂസിന് യെല്ലോ, ഏറ്റവും കുറവുള്ള വാല്യൂസ് റെഡ്. ഈ രീതിയിലാണ് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള വാല്യൂ ഗ്രീൻ കളറും പിന്നീടുള്ളത് വൈറ്റും പിന്നീടുള്ളത് ഈ ഒരു കളറും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത്തരത്തിലുള്ള പലതരം ഹൈലൈറ്റിംഗ് ഓപ്ഷൻസ് ആണിത്. സെയിം തന്നെയാണ് ഡാറ്റ ഐക്കൺസും. അപ്പ്, റൈറ്റ്, ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ടോപ്പ് വാല്യൂസ് ഒക്കെ അപ്പ് ആരോ വരും, മിഡിൽ വാല്യൂസ് റൈറ്റ് ആരോ, ബോട്ടം വാല്യൂസ് ഒക്കെ ഡൗൺ ആരോ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഈ കോളത്തിനകത്ത് കാണാൻ പറ്റും എന്താണ് അവിടെ മാറ്റം വരുന്നത്. സെയിം തന്നെയാണ്. ട്രയാങ്കിൾ ഷേപ്പ് വേണം അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഓപ്ഷൻ വേണമെങ്കിൽ അത് ഇതൊക്കെ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ പലതരം ഷേപ്പിൽ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫ്ലാഗ് ഹൈ സ്കോറിന് ഹൈസ്റ്റ് വാല്യൂവിന് ഗ്രീൻ, മീഡിയം വാല്യൂവിന് യെല്ലോ, റെഡ്. ഈ രീതിയിൽ അവിടെ ഓരോ സിമ്പിൾസ് ഇൻസേർട്ട് ചെയ്യപ്പെടും.
സെയിം തന്നെയാണ്. സ്റ്റാർ, ഫിൽ എല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ പല ഐക്കൺ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിന് പുറമെ മറ്റ് റൂൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ന്യൂ റൂൾസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സെല്ലിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം, അതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ക്ലിയർ റൂൾസ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുന്ന സെല്ലിനകത്ത് ഉള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ക്ലിയർ റൂൾസ്, ക്ലിയർ ഫ്രം സെലക്ടഡ് സെൽസ് എന്ന് പറഞ്ഞാൽ അത്രയും സെല്ലിനകത്തുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒഴിവാക്കി കിട്ടും. ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഷീറ്റിനകത്തുള്ള മൊത്തം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഷീറ്റിനകത്തുള്ള മൊത്തം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒറ്റയടിക്ക് ക്ലിയർ ആയി കിട്ടും. ഈ മാനേജ് റൂൾസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കറണ്ട് സെലക്ഷൻ. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെല്ലാണ്, അവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് സെലക്ഷനകത്ത് ഒരു റൂൾസും കാണിക്കാത്തത്. ദിസ് വർക്ക് ഷീറ്റ്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഷീറ്റിനകത്തുള്ള മൊത്തം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസും ഇവിടെ ഡിസ്പ്ലേ ആകും. കറണ്ട് സെലക്ഷൻ ഒന്നുമില്ല. വർക്ക് ഷീറ്റിനകത്ത് ഏതൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ കാണാം. പുതുതായിട്ട് ഏതെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂവിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ഇവിടെ പോയി ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡിലീറ്റ് ചെയ്യപ്പെടും. ഇതിലുള്ള ഏതെങ്കിലും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് റൂൾസ് പോയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. പിന്നെ ഫോർമാറ്റിംഗ് കളറോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച്, ഇപ്പോൾ ഏതൊക്കെ സെൽസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇത്രയും സെൽസിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും റേഞ്ചിലുള്ളതിന് ആ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യപ്പെടും. അതിനുശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. അത്രയുമാണ് നമ്മുടെ ഈ ഹോം ടാബിനകത്ത് ഉള്ളത്. ഇതിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വേറെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഹോം ടാബ് ഡിസ്കസ് ചെയ്തതിനിടയിലാണ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മൗസിലുള്ള റൈറ്റ് ക്ലിക്ക്, ഇതിനകത്ത് നമുക്ക് കോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞ സെയിം സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്ത് നമുക്ക് ഇഷ്ടമായിട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ഓൾ കൊടുക്കാം. വാല്യൂസ് വേണമെങ്കിൽ അത്, ഫോർമുല വേണമെങ്കിൽ അത്, ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ അത്, ലിങ്ക് ചെയ്യാൻ മാത്രം വേണമെങ്കിൽ അത്, അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ കോപ്പി ചെയ്ത സെൽസ് നമുക്ക് വേറെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്നത് കൊടുക്കാം. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ക്ലിയർ കണ്ടൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ, നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത എല്ലാ ഓപ്ഷൻസും ഫിൽറ്റർ, സോർട്ട് ഓപ്ഷൻസ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സെല്ലിനകത്ത് നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ഇൻസേർട്ട് കമൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ കമൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ അവിടെ പോയി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. കമൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ മൗസ് ജസ്റ്റ് അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ സെല്ലിനകത്തുള്ള കമൻറ്റ്സ് അവിടെ ഡിസ്പ്ലേ ആകും. അത് ഷോ ചെയ്യണമെങ്കിൽ ഷോ അടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഡിസ്പ്ലേ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ സൈസ് മാറ്റുകയോ അതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി കമൻറ്റ്സ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി എഡിറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അടിച്ച് ഡിലീറ്റ് ചെയ്യാം. ഹൈഡ് കമൻറ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗസ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡിസ്പ്ലേ ആകത്തുള്ളൂ. പിന്നീടുള്ളത് ഫോർമാറ്റ് സെൽസ്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. വേറെ എന്നുള്ളത് ഡിഫൈൻ നെയിംസ്. ഡിഫൈൻ നെയിംസ് എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ നെയിം എന്നുള്ള ഹെഡിങ് ഉണ്ട്. താഴെ ഇത്രയും
പേരുണ്ട്. ഇത്രയും പേരുകൾക്ക് നമുക്ക് നെയിം എന്നുള്ള ഒരു കോമൺ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് ഡിഫൈൻ നെയിംസ് പോയിട്ട് നമുക്കിവിടെ അതിനൊരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. അതായത് പേര് നമ്മൾ എന്ത് ഫോർമുല ഉപയോഗിക്കുമ്പോഴും അവയിലൊക്കെ നെയിം എന്നുള്ളത് റേഞ്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഫർ ചെയ്യുക ഈ ഒരു ഡാറ്റ റേഞ്ചിനെ ആയിരിക്കും. C6 to C11 എന്നുള്ള ഡാറ്റ റേഞ്ചിനെ നെയിം ഐഡന്റിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സെല്ലിൻ്റെ പേര് അല്ലെങ്കിൽ അഡ്രസ്സ് ഇവിടെ നമുക്ക് നെയിം ബോക്സിനകത്ത് കാണാം. നമ്മളിപ്പോൾ അവിടെ നെയിം കൊടുത്തുകൊണ്ട് ഇത്രയും ഡാറ്റ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്നുള്ള ഡിസ്പ്ലേ ആകും. അതിന് കാരണം നമ്മൾ നെയിം ഇവിടെ പോയിട്ട് നെയിം ഡിഫൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഫയലോ അല്ലെങ്കിൽ സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഹൈപ്പർ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഹൈപ്പർ ലിങ്ക് പോയിട്ട് ഏത് ഫയലാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയലുള്ള ഹൈപ്പർ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഹൈപ്പർ ലിങ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ഡിലീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. റൈറ്റ് ക്ലിക്ക് മൗസ് ഓപ്ഷനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളും വെച്ചുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഹോം ടാബ് കംപ്ലീറ്റ് ആയി കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അഥവാ ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.